എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ ഐറ്റമാണ്. ഇന്ന് നമ്മളൊരു ബീറ്റ്റൂട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ബീറ്റ്റൂട്ടിൻ്റെ അളവാണ് കാണിക്കുന്നത്. നമ്മൾ ബീറ്റ്റൂട്ട് കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മുരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫ്രഷ് കറിവേപ്പില എടുത്ത് ചേർക്കുവാണ്. ഇപ്പം ഞാൻ തണ്ടോടെയാണ് ചേർക്കുന്നത്. നമുക്കല്ലാതെ തണ്ട് മാറ്റിയിട്ട് ചേർക്കാം. എന്നിട്ട് ഞാനിവിടെ കായമാണ് ചേർക്കുന്നത്. കായപ്പൊടിയാണെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടക്കായമാണ് ചേർത്തിരിക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു കളറ് വരണം. അതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ അതുവരെ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടുപ്പത്തുനിന്ന് ഈ ഒരു ചട്ടി എടുത്ത് മാറ്റാം. അപ്പോൾ എന്നിട്ട് ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഭരണിക്കകത്ത് അടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കുറച്ച് നാൾ കേടാവാതിരിക്കും. ഞാനിപ്പോൾ ഇതെല്ലാം വെന്ത് വന്നതിന് ശേഷം ചെറിയൊരു ബോട്ടിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ചോറും ബീറ്റ്റൂട്ട് അച്ചാറും തൈരും അവിയലുമാണ് ഇന്നത്തെ എൻ്റെ ആഹാരം. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ബീറ്റ്റൂട്ട് അച്ചാർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പുളിപ്പും നമ്മുടെ മാങ്ങാച്ചാറൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ സ്വാദ് അറിയാൻ പറ്റും. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കൂ. ബീറ്റ്റൂട്ട് എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.